Dear students, welcome to the class of Mechanics of Fluids. In this class, we will discuss the topics drag and lift, von Karman momentum integral equation, then coefficient of drag. First topic, drag and lift. When a fluid moves over a solid body, it exerts pressure forces normal to the surface and shear forces parallel to the surface along the outer surface of the body. അതായത് ഒരു സ്റ്റേഷനറി ആയിട്ടുള്ള സോളിഡ് ബോഡി കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡയറക്ഷനിൽ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ എയർ ആണ് ഈ ഒരു ഡയറക്ഷനിൽ, ലെഫ്റ്റ് ടു റൈറ്റ് ഡയറക്ഷനിൽ എയർ മൂവ് ചെയ്യുന്നുണ്ട്. ഇതാണ് സോളിഡ് ബോഡി, അത് സ്റ്റേഷനറി ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഫ്ലൂയിഡ് അല്ലെങ്കിൽ എയർ മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സോളിഡ് ബോഡിയിൽ രണ്ട് ടൈപ്പ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് പ്രഷർ ഫോഴ്സാണ്, രണ്ടാമത്തത് ഷിയർ ഫോഴ്സാണ്. പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് വെച്ചാൽ നോർമൽ ടു സർഫസ്, ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നത് കൺസിഡർ ചെയ്യുന്ന സർഫസിന് നോർമൽ ഡയറക്ഷനിലാണ് അല്ല പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതേപോലെ ഷിയർ എന്ന് വെച്ചാൽ ടാൻജൻഷ്യൽ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നതാണ്. പാരലൽ ടു സർഫസ് മീൻസ് അതിന് ടാൻജൻഷ്യൽ ഡയറക്ഷനിലാണ് ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഈ രണ്ട് ഫോഴ്സും ആ ഫ്ലോയിങ് ഫ്ലൂയിഡ്, ആ സ്റ്റേഷനറി ആയിട്ടിരിക്കുന്ന സോളിഡ് ബോഡിയിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. The component of resultant of pressure and shear force that acts in the flow direction is called drag force or just drag, and component that acts normal to the flow direction is called lift force or just lift. ഞാനിവിടെ പറഞ്ഞു ഇതിൽ പ്രഷർ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്, അതേപോലെ ഷിയർ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ റിസൾട്ടൻ്റ് ഉണ്ടാവും. ഓക്കെ, അതായത് ഈ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന റിസൾട്ടൻ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് അത് ആരുടെയൊക്കെ എഫക്റ്റ് ആയിരിക്കും? പ്രഷർ ഫോഴ്സിൻ്റെയും ഷിയർ ഫോഴ്സിൻ്റെയും. റിസൾട്ടൻ്റ് ഫോഴ്സ് ആ ഫ്ലൂയിഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ സോളിഡ് ബോഡിയിൽ ആക്ട് ചെയ്യുന്നുണ്ടാവും. ആ ഒരു റിസൾട്ടൻ്റ് ഫോഴ്സിന് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. രണ്ട് കമ്പോണൻ്റായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് ഇതാണ് ഫ്ലോ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഫ്ലോ ഡയറക്ഷനിലെ ഒരു കമ്പോണൻറ്റ്, ആ ഫ്ലോ ഡയറക്ഷനിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ അല്ല അടുത്ത കമ്പോണൻറ്റ്. ആ ഒരു ഫ്ലോ ഡയറക്ഷനിലെ ആ കമ്പോണൻറ്റിൻ്റെ പേരാണ് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. കമ്പോണൻറ്റ് ഓഫ് റിസൾട്ടൻ്റ് ഓഫ് പ്രഷർ ആൻഡ് ഷിയർ ഫോഴ്സ് ദാറ്റ് ആക്ട് ഇൻ ഫ്ലോ ഡയറക്ഷൻ, ഇതാണ് ഡ്രാഗ് ഫോഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ ഫ്ലോ ഡയറക്ഷന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ ഒരു കമ്പോണൻ്റ് ഉണ്ടാവും, റിസൾട്ടൻറ്റിന് ഒരു കമ്പോണൻ്റ് ഉണ്ടാവും. അതിനെന്താണ് ലിഫ്റ്റ് ഫോഴ്സ് അല്ലെങ്കിൽ ലിഫ്റ്റ് എന്ന് പറയും. മീൻസ് ഈ ഡ്രാഗ് ഫോഴ്സ് അതിൽ ആരുടെയൊക്കെ എഫക്റ്റ് വരുന്നുണ്ട്? റിസൾട്ടൻ്റ് എന്ന് വെച്ചാൽ പ്രഷർ ഫോഴ്സിൻ്റെയും ഷിയർ ഫോഴ്സിൻ്റെയും റിസൾട്ടൻ്റാണ്. അതിൻ്റെ മീനിങ് എന്താണ്? ഈ കമ്പോണൻറ്റിൽ ആരുടെയൊക്കെ എഫക്റ്റ് വരും? പ്രഷർ ഫോഴ്സിൻ്റെ എഫക്റ്റും വരുന്നുണ്ട്, ഷിയർ ഫോഴ്സിൻ്റെ എഫക്റ്റും വരുന്നുണ്ട്. അതേപോലെ ലിഫ്റ്റിലും അത് വരുന്നുണ്ട്. The part of drag that is directly due to wall shear stress is called the skin friction drag or just friction drag, since it is caused by frictional effect, and part that is directly due to pressure is called pressure drag. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ടോട്ടൽ ഡ്രാഗ് അല്ലെങ്കിൽ ആ ഡ്രാഗ് ഫോഴ്സ് അതിൽ ആരുടെയൊക്കെ എഫക്റ്റ് വരുന്നുണ്ട്? പ്രഷർ ഫോഴ്സിൻ്റെ എഫക്റ്റും വരുന്നുണ്ട്, അതേപോലെ ഷിയർ ഫോഴ്സിൻ്റെ എഫക്റ്റും വരുന്നുണ്ട്. അതിൽ ആ ഒരു ടോട്ടൽ ഡ്രാഗ് അതിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നത്, ടോട്ടൽ ഡ്രാഗ് ഫോഴ്സിനെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഫ്രിക്ഷൻ ഡ്രാഗായിട്ടും പ്രഷർ ഡ്രാഗായിട്ടും സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിൽ ഫ്രിക്ഷൻ ഡ്രാഗ് എന്ന് വെച്ചാൽ എന്താണ്? ദ പാർട്ട് ഓഫ് ഡ്രാഗ് ദാറ്റ് ഈസ് ഡയറക്ട്ലി ഡ്യൂ ടു വാൾ ഷിയർ സ്ട്രെസ്. വാൾ ഷിയർ സ്ട്രെസ്, ആ ഷിയർ ഫോഴ്സിൻ്റെ എഫക്റ്റ് മാത്രം കൺസിഡർ ചെയ്യുന്നത്, ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഷിയർ ഫോഴ്സ് എന്ന് കാണിച്ചിരിക്കുന്നത്. ആ ഷിയർ ഫോഴ്സിൻ്റെ എഫക്റ്റ് മാത്രം കൺസിഡർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആ ഷിയർ ഫോഴ്സ് കൊണ്ട് മാത്രം ഉണ്ടാകുന്ന ആ ഡ്രാഗ്, ഫ്ലോ ഡയറക്ഷനിൽ എക്സേർട്ട് ചെയ്യുന്ന ആ ഫോഴ്സ്, അതിനെന്ത് പറയും? സ്കിൻ ഫ്രിക്ഷൻ ഡ്രാഗ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ഡ്രാഗ് എന്ന് പറയും. അതേപോലെ ഡ്രാഗിൻ്റെ പാർട്ടിൽ വരുന്നത് ഒന്ന് ഷിയർ, അടുത്തത് പ്രഷർ ഫോഴ്സാണ്. ഷിയർ ഫോഴ്സും പ്രഷർ ഫോഴ്സുമാണ് വരുന്നത്. അതിൽ സെക്കൻഡ് പാർട്ടിനെ എന്താ പറയുന്നത്? പ്രഷർ ഡ്രാഗ് എന്ന് പറയും. അതായത് പാർട്ട് ദാറ്റ് ഈസ് ഡയറക്ട്ലി ഡ്യൂ ടു പ്രഷർ, പ്രഷറിൻ്റെ എഫക്റ്റ് മാത്രം ഇല്ലത്, അതിനെന്താ പറയുന്നത്? പ്രഷർ ഡ്രാഗ് എന്ന് പറയും. ഈ ഒരു കമ്പോണൻ്റാണത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദ ഫ്രിക്ഷൻ ഡ്രാഗ് ഈസ് ദി കമ്പോണൻ്റ് ഓഫ് വാൾ ഷിയർ ഫോഴ്സ്.
in the direction of flow, and thus it depends upon orientation of body as well as magnitude of wall shear stress. ഓൾറെഡി പറഞ്ഞു തന്നെ ഫ്രിക്ഷൻ ഡ്രാഗ് എന്ന് പറയുന്നത് ആരുടെ കമ്പോണൻ്റ് ആണ്? വാൾ ഷിയർ സ്ട്രെസ്സിൻ്റെ ടോട്ടൽ വാൾ ഷിയർ സ്ട്രെസ്സിൻ്റെ എഫക്റ്റ് അല്ലെങ്കിൽ കമ്പോണൻറ്റ് ഏത് ഡയറക്ഷനിൽ, ഫ്ലോ ഡയറക്ഷനിലെ കമ്പോണൻ്റാണ് ഫ്രിക്ഷൻ ഡ്രാഗ് എന്ന് പറയുന്നത്. പ്രഷർ ഡ്രാഗ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഫോഴ്സിൻ്റെ ഫ്ലോ ഡയറക്ഷനിലെ കമ്പോണൻറ്റ്. ഈ ഒരു ഫ്രിക്ഷൻ ഡ്രാഗ് എന്ന് പറയുന്നത് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഓറിയൻറ്റേഷൻ ഓഫ് ബോഡി, അതായത് ആ ബോഡി എന്ന് പറയുന്നത് ഫ്ലോയിങ് സ്ട്രീമിന്, ഈ ഒരു സ്ട്രീമിന് പാരലായിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക, ചിലപ്പോൾ പെർപെൻഡിക്കുലർ, ചിലപ്പോൾ ഇൻക്ലൈൻഡ്, ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് ഒക്കെയാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഓറിയൻറ്റേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ മാഗ്നിറ്റ്യൂഡ് ഓഫ് വാൾ ഷിയർ സ്ട്രെസ്, ആ ഓറിയൻറ്റേഷനിലെ ഡിപ്പെൻഡൻസിയാണ് പറയാൻ പോകുന്നത്. ഫ്രിക്ഷൻ ഡ്രാഗ് ഈസ് 0 for a flat surface normal to flow. Friction drag is 0 for a flat surface normal to flow. അതിൻ്റെ മീനിങ് എന്താണ്? ഇതാണ് ഫ്ലോ നടക്കുന്ന ഡയറക്ഷൻ. ആ ഫ്ലാറ്റ് പ്ലേറ്റ്, ഞാൻ കൺസിഡർ ചെയ്യുന്ന ഫ്ലാറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് നോർമൽ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് വച്ചിരിക്കുന്നത്. ആ സമയത്ത് ഇവിടെ ഈ ഒരു ഡയറക്ഷനിൽ വന്ന് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് പ്രഷർ ഫോഴ്സാണ്. ഓക്കെ, ഇനി ഫ്രിക്ഷൻ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ഷിയർ ഫോഴ്സ് ആണ്. ഇതിലിപ്പം ഷിയറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് ഷിയർ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് പ്രഷർ, ഷിയർ ആക്ട് ചെയ്യുന്നത് ഈ ഒരു ഡയറക്ഷൻ. ഫ്രിക്ഷൻ ഡ്രാഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ഷിയർ ആണ്. ഈ ഒരു ഡയറക്ഷനിൽ ഷിയർ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കമ്പോണൻറ്റ്, ഫ്ലോ ഡയറക്ഷനിലുള്ള കമ്പോണൻറ്റ് എന്ന് വെച്ചാൽ 0 ആണ്. നമ്മുടെ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ ഫ്ലോ ഡയറക്ഷനിലെ ഫോഴ്സ്. ഇപ്പം ഇതിൻ്റെ ഷിയറിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത്, അതിൻ്റെ ഈ ഒരു ഡയറക്ഷൻ, ഫ്ലോ ഡയറക്ഷനിലെ കമ്പോണൻറ്റ് 0 ആണ്. അതുകൊണ്ടാണ് ഫ്രിക്ഷൻ ഡ്രാഗ് ഈസ് 0 ഫോർ ഫ്ലാറ്റ് സർഫസ് നോർമൽ ടു ഫ്ലോ എന്ന് പറയുന്നത്. ആൻഡ് മാക്സിമം, ഫ്രിക്ഷൻ ഡ്രാഗ് ഈസ് മാക്സിമം ഫോർ ഫ്ലാറ്റ് സർഫസ് പാരലൽ ടു ഫ്ലോ, സിൻസ് ഫ്രിക്ഷൻ ഡ്രാഗ് ഇൻ ദിസ് കേസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഷിയർ ഫോഴ്സ് ഓൺ ദി സർഫസ്. ഇനി അടുത്ത ഓറിയൻറ്റേഷൻ ഈ ബ്ലാക്ക് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നമ്മളെ ബോഡി എന്ന് പറയുന്നത്. ഫ്ലാറ്റ് പ്ലേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്. ഓക്കെ, ഈ ഫിഗർ ഒക്കെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് കിട്ടും. ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് ഷിയർ ആണ്, ആക്ട് ചെയ്യുന്ന ഷിയർ ഫോഴ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു കേസിൽ നമ്മളെ ഫ്രിക്ഷൻ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ ഷിയർ കൊണ്ടുണ്ടാകുന്ന ഫ്ലോ ഡയറക്ഷനിലെ ഫോഴ്സാണ്. അതെന്താണ്? ഈ ഒരു കേസിൽ മാക്സിമം ആയിരിക്കും. കാരണം എന്താണ്? ഫ്ലോ ഡയറക്ഷന് പാരലൽ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? ഷിയർ ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഫ്രിക്ഷൻ ഡ്രാഗ് എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ മാക്സിമം ആയിരിക്കും. ഈ ഒരു കേസിൽ പ്രഷറിൻ്റെ എഫക്റ്റ് എന്തായിരിക്കും? പ്രഷർ നേരെ നോർമൽ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്, ഈ ഒരു ഡയറക്ഷനിൽ. ആ സമയത്ത് അതിൻ്റെ കമ്പോണൻറ്റ്, ഫ്ലോ ഡയറക്ഷനിലെ കമ്പോണൻറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ആരുടെ എഫക്റ്റ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഷിയറിൻ്റെ എഫക്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഇൻക്ലൈൻഡ് പൊസിഷൻ ആവുന്ന സമയത്ത്, ഇതാണ് ഫ്ലോ ഡയറക്ഷൻ, ഇൻക്ലൈൻഡ് ആയിട്ടാണ് പ്ലേറ്റ് നിൽക്കുന്നതെങ്കിൽ ആർക്കൊക്കെ കമ്പോണൻ്റ് ഉണ്ടാവും? ഈ പ്രഷർ ഫോഴ്സിനും ഫ്ലോ ഡയറക്ഷനിലെ കമ്പോണൻ്റ് ഉണ്ട്, അതേപോലെ ഷിയർ ഫോഴ്സിനും ഫ്ലോ ഡയറക്ഷനിൽ കമ്പോണൻ്റ് ഉണ്ട്. ടോട്ടൽ ഷിയർ ഫോഴ്സിനും ടോട്ടൽ പ്രഷർ ഫോഴ്സിനും ഫ്ലോ ഡയറക്ഷനിൽ കമ്പോണൻ്റ് ഉണ്ട്. മീൻസ് ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ആരുടെയൊക്കെ എഫക്റ്റ് വരും? പ്രഷർ ഫോഴ്സിൻ്റെ എഫക്റ്റും വരുന്നുണ്ടാവും, അതേപോലെ ഷിയർ ഫോഴ്സിൻ്റെ എഫക്റ്റും അതിൽ വരുന്നുണ്ടാവും. ദെർഫോർ ഫോർ എ പാരലൽ ഫ്ലോ ഓവർ എ ഫ്ലാറ്റ് സർഫസ്, ഈ ഒരു കേസ് the drag coefficient is equal to friction drag coefficient or simply friction coefficient. അതായത് ഈ ഒരു കേസിൽ നമുക്ക് ആരുടെ എഫക്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ? ഷിയറിൻ്റെ എഫക്റ്റ് മാത്രമേ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഷിയറിൻ്റെ എഫക്റ്റ് ആരെ അക്കൗണ്ട് ചെയ്യുന്നത്? ഫ്രിക്ഷൻ ഡ്രാഗാണ് ഷിയറിൻ്റെ എഫക്റ്റ് അക്കൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രഷർ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ നോർമൽ അല്ലെങ്കിൽ പ്രഷർ ഫോഴ്സിൻ്റെയാണ് എടുക്കുന്നത്. ഈ ഒരു കേസിൽ പ്രഷർ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിന് ഫ്ലോ ഡയറക്ഷനിലെ കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അടുത്തത് വോൺ കാർമൻ മൊമെൻറ്റം ഇൻ്റഗ്രൽ ഇക്വേഷൻ. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റ്. ആര് മാത്രമേ വേണ്ടൂ? ഫ്രിക്ഷൻ ഡ്രാഗ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ, പ്രഷർ ഡ്രാഗ് വരുന്നില്ല. ഫ്രിക്ഷൻ ഡ്രാഗിൻ്റെ കറസ്പോണ്ടിങ് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് വോൺ കാർമൻ മൊമെൻറ്റം ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. Consider the flow of fluid having free stream velocity equal to u over a thin flat plate as shown in figure A.
ഒരു ഫ്ലാറ്റ് പ്ലേറ്റ്, സ്റ്റേഷനറി ആയിട്ടുള്ളൊരു ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ട്. ഫ്ലൂയിഡ് അതിൻ്റെ ഓവറായിട്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്കമിങ് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് യു ആണ്. അതാണ് ഫ്രീ സ്ട്രീം വെലോസിറ്റി. സ്റ്റേഷനറി ആണ് പ്ലേറ്റ്, പർട്ടിക്കുലർ വിസ്കോസിറ്റിയിലെ റിയൽ ഫ്ലൂയിഡാണ് ഫ്ലോ ചെയ്യുന്നത്. മീൻസ് എന്ത് ചെയ്യും? ബൗണ്ടറി ലെയർ ഫോം ചെയ്യും. ഓക്കെ, ആ ഫോം ചെയ്തിരിക്കുന്ന ബൗണ്ടറി ലെയറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി കൺസിഡർ എ സ്മോൾ ലെങ്ത് ഡെൽറ്റ എക്സ്. ഇതാണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന സ്മോൾ ലെങ്ത് ഓഫ് പ്ലേറ്റ് അറ്റ് എ ഡിസ്റ്റൻസ് എക്സ് ഫ്രം ദ ലീഡിങ് എഡ്ജ്. ലീഡിങ് എഡ്ജ് എന്ന്, ഇതാണ് ലീഡിങ് എഡ്ജ്. അവിടുന്ന് എക്സ് ഡിസ്റ്റൻസിൽ ഡെൽറ്റ എക്സിലെ ഒരു സ്മോൾ എലമെൻറ്റ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ എൻലാർജ്ഡ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു എ ബി സി ഡി ഈ ഒരു പർട്ടിക്കുലർ പോർഷൻ, അതിൻ്റെ എൻലാർജ്ഡ് വ്യൂ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. എ ബി എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്. Consider the flow over the small distance delta x. Let ABCD be the control volume of fluid over distance delta x. The edge DC represents outer edge of the boundary layer. ഇനി കാണിച്ചിരിക്കുന്ന എൻലാർജ്ഡ് വ്യൂ, ഇതെന്താണ്? ഒരു കൺട്രോൾ വോളിയമായിട്ട് എടുക്കുന്നത്. കൺട്രോൾ വോളിയം എന്ന് വെച്ചാൽ ഈ ഒരു വോളിയം കൺട്രോൾ വോളിയം റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് എ ബി സി ഡി എന്ന് പറയുന്ന കൺട്രോൾ വോളിയം. ഇതിൽ എ ബി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ് സർഫസ് ആണ്. പിന്നെ എ ഡിയും ബി സി എന്താണ്? ഇതാണ് ഫ്ലോ ഡയറക്ഷൻ. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് സെക്ഷൻസ് ആണ്. ഈ ഡി സി എന്ന് പറയുന്നത് ബൗണ്ടറി ലെയർ. ഈ ഒരു ബൗണ്ടറി ലെയർ, അതിൻ്റെ ഔട്ടർ റീജിയൻ ആണ് ഡി സി റെപ്രസെൻ്റ് ചെയ്യുന്നത്. Now consider an elemental strip of thickness dy at a distance y from the plate at section AD. ഞാൻ സെക്ഷൻ എ ഡി കൺസിഡർ ചെയ്യുന്നത്. അതിലെന്തുണ്ട്? ഒരു ചെറിയൊരു എലമെൻ്റൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതെന്ന് വെച്ചാൽ വൈ ഡിസ്റ്റൻസ്, പ്ലേറ്റിൽ നിന്ന് വൈ ഡിസ്റ്റൻസിലാണ് ആ എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് ഡി വൈ ആണ്. പിന്നെ ഡിസ്റ്റൻസ് എ ഡി, ഈ എ ഡി എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ ബൗണ്ടറി ലെയർ തിക്നെസ് ആണ്. റെപ്രസെൻ്റ് ചെയ്യുന്ന സിമ്പിൾ ഡെൽറ്റ. ഇതിൽ എ ഡി എന്ന് പറഞ്ഞാൽ ബൗണ്ടറി ലെയർ തിക്നെസ്. ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ബൗണ്ടറി ലെയർ തിക്നെസ്. ഇവിടെയില്ല ബൗണ്ടറി ലെയർ തിക്നെസ് എന്ന് പറയുന്നത് ആരുടെ ഫംഗ്ഷനാണ്? എക്സിൻ്റെ ഫംഗ്ഷനാണ്. മീൻസ് ഇവിടെ ഇതാണ് ബൗണ്ടറി ലെയർ തിക്നെസ്, ഇവിടെ ഇതാണ് ബൗണ്ടറി ലെയർ തിക്നെസ്. ഞാനിപ്പം എ ഡിയിലെ ബൗണ്ടറി ലെയർ തിക്നെസ് ആണ് കൺസിഡർ ചെയ്യുന്നത്, ഡിനോട്ടഡ് ബൈ സിമ്പിൾ ഡെൽറ്റ. Let u is equal to velocity of fluid at the elemental strip and b is equal to width of elemental strip അല്ലെങ്കിൽ പ്ലേറ്റ് വിഡ്ത്ത്. ഇവിടെയുള്ള വെലോസിറ്റി, അവർ എലമെൻ്റൽ സ്ട്രിപ്പിലെ വെലോസിറ്റി സ്മോൾ ലെറ്റർ യു ആയിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. ക്യാപിറ്റൽ ലെറ്റർ യു എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റിയാണ്. ഇനി ഈ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ സിമ്പിൾ. വിഡ്ത്ത് എന്ന് വെച്ചാൽ ഇതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ, ഈ ഒരു ഡയറക്ഷനിൽ പോകുന്നതാണ് വിഡ്ത്ത് ഈ ഒരു കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലാണ് വിഡ്ത്ത് പോകുന്നുണ്ടാവുക. ആ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ബി. ആ സെയിം വിഡ്ത്ത് തന്നെയായിരിക്കും ഈ എലമെൻ്റൽ സ്ട്രിപ്പിനും ഈ ഒരു ഡയറക്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. കാരണം ആ സ്ട്രിപ്പ് എന്ന് പറയുന്നത് ആ എലോങ് ദി പ്ലേറ്റ്, ആ ഒരു ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഒരു ഡയറക്ഷനിൽ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നുണ്ടാവും. മീൻസ് പ്ലേറ്റ് വിഡ്ത്ത് ആയാലും വിഡ്ത്ത് ഓഫ് ദി എലമെൻ്റൽ സ്ട്രിപ്പ് ആയാലും എന്താണ്? ബി ആണ്. ഇനി എലമെൻ്റൽ സ്ട്രിപ്പിൻ്റെ ഏരിയ എന്ന് വെച്ചാൽ ഫ്ലോ, ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലാണ് ഫ്ലോ നടക്കുന്നത്. ആ ഫ്ലോ നടക്കുന്ന ഡയറക്ഷൻ്റെ പെർപെൻഡിക്കുലറായിട്ട് നോർമലായിട്ട് വരുന്ന ഏരിയ ആണ് പറയുന്നത്. മീൻസ് എന്താണ്? ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്ന ഏരിയ, ആ ഏരിയ എന്തായിരിക്കും? ഇതാണ് അതിൻ്റെ തിക്നെസ് വരുന്നത്. തിക്നെസ് എന്ന് പറഞ്ഞത് ഞാൻ ഡി വൈ ആണ് എടുത്തിരിക്കുന്നത്. വിഡ്ത്ത് എന്ന് പറഞ്ഞത് ബി ആണ്. ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു ഡിസ്റ്റൻസിൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് ബി ഇൻറ്റു ഡി വൈ. ഡി ഐ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു ഡി വൈ. അടുത്തത് മാസ് ഓഫ് ഫ്ലൂയിഡ് പെർ സെക്കൻഡ് ഫ്ലോയിങ് ത്രൂ എലമെൻ്റൽ സ്ട്രിപ്പ്. ഇതിലൂടെയുള്ള ആ എലമെൻ്റൽ സ്ട്രിപ്പിലൂടെയുള്ള മാസ് ഫ്ലോ റേറ്റിൻ്റെ ഇക്വേഷൻ എന്താണ്? റോ ഇൻറ്റു ഡെൻസിറ്റി ഇൻറ്റു ഏരിയ ഇൻറ്റു വെലോസിറ്റി. ഡയറക്റ്റായിട്ട് തരുന്നതാണ് മാസ് ഫ്ലോ റേറ്റ് ആണ്, കിലോഗ്രാം പെർ സെക്കൻഡിൽ കിട്ടും. ഡെൻസിറ്റി റോ ആണ്, വെലോസിറ്റി സ്മോൾ ലെറ്റർ യു, ഏരിയ എന്താണ്? ബി ഇൻറ്റു ഡി വൈ. അതെന്ന് വെച്ചാൽ ഈ ഒരു എലമെൻ്റൽ സ്ട്രിപ്പിലൂടെ ഉള്ളതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് ഈ എ ഡി, ഈ ഒരു കൺട്രോൾ വോളിയത്തിൽ, ഇതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്ന കൺട്രോൾ വോളിയം എ ബി സി ഡി, അതിലോട്ട് എൻ്റർ ചെയ്യുന്ന ടോട്ടൽ മാസ് ഫ്ലോ റേറ്റ് എ ഡി വഴി എൻ്റർ ചെയ്യുന്നുണ്ട്. എലമെൻ്റൽ സ്ട്രിപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് എനിക്ക് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എ ഡി വഴി എൻ്റർ ചെയ്യുന്നത് എന്തായിരിക്കും? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഈ ഒരു ടോട്ടൽ ഈ ഒരു ഡിസ്റ്റൻസിലൂടെ എൻ്റർ ചെയ്യുന്നത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എലമെൻ്റിലൂടെ എൻ്റർ ചെയ്യുന്നത് ഈ ഒരു ഡിസ്റ്റൻസിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടും. അതായത് ഇൻ്റഗ്രൽ 0 to ഡെൽറ്റ. അതെടുക്കാൻ കാരണം എന്താണ്? ഞാൻ
എ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൗണ്ടറി ലെയർ തിക്നെസ് ഞാൻ ഡെൽറ്റ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. അതായത് ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ റോ യു ബി ഡി വൈ കിട്ടും. ഇനി മാസ് ഫ്ലോ റേറ്റ് ലീവിങ് ത്രൂ സൈഡ് ബി സി, എൻ്റർ ചെയ്യുന്നതിൻ്റെ എക്സ്പ്രഷൻ കിട്ടി, ഇതിലൂടെ ലീവ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസ് അറിയാം. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ വേണ്ടി പറ്റും? മാസ് ഫ്ലോ റേറ്റ് ലീവിങ് ത്രൂ ബി സി ഈസ് ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റ് ത്രൂ എ ഡി പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് മാസ് ഫ്ലോ റേറ്റ് ത്രൂ എ ഡി ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇതെന്താണ്? ടൈലർ സീരീസ് എക്സ്പാൻഷനാണ് യൂസ് ചെയ്തിരിക്കുന്നത്, നെഗ്ലക്റ്റിംഗ് ഹയർ ഓർഡർ ടേംസ്. അതായത് മാസ് ഫ്ലോ റേറ്റ് ത്രൂ എ ഡി പ്ലസ് ഡോ ബൈ ഡോ എക്സ്, ഞാനിതാണ് എക്സ് ഡയറക്ഷൻ എടുത്തിരിക്കുന്നത്. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് മാസ് ഫ്ലോ റേറ്റ് ത്രൂ എ ഡി ഓവർ ദ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ റോ യു ബി ഡി വൈ പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ റോ യു ബി ഡി വൈ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇനി ഇവിടെ കണ്ടിന്യൂറ്റി ഇക്വേഷൻ അല്ലെങ്കിൽ കൺസർവേഷൻ ഓഫ് മാസ് കൺസിഡർ ചെയ്യുന്നു. ഇപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ, കൺസിഡർ ചെയ്യുന്ന കണ്ടീഷൻ സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ കണ്ടിന്യൂറ്റി ഇക്വേഷനിലെ മാസ് കൺസർവേഷൻ ഇക്വേഷൻ അങ്ങനെ വരും. മാസ് എൻ്ററിങ് ത്രൂ എ ഡി, ഇതിലേക്കൂടിയും എൻ്റർ ചെയ്യുന്നുണ്ട്, ഇതിലേക്കൂടിയും എൻ്റർ ചെയ്യുന്നുണ്ട്. മാസ് എൻ്ററിങ് ത്രൂ എ ഡി പ്ലസ് മാസ് എൻ്ററിങ് ത്രൂ ഡി സി ഈസ് ഈക്വൽ ടു എന്തായിരിക്കണം? മാസ് ലീവിങ് ത്രൂ ബി സി ആയിരിക്കണം, കൺസർവേഷൻ ഓഫ് മാസ്. അല്ലെങ്കിൽ മാസ് എൻ്ററിങ് ത്രൂ ഡി സി, ഇതിൽ നിന്ന് എന്താ എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി പറ്റും? മാസ് ലീവിങ് ത്രൂ ബി സി മൈനസ് മാസ് എൻ്ററിങ് ത്രൂ എ ഡി എന്ന് എഴുതാൻ വേണ്ടി പറ്റും. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ്? ഇതിൻ്റെ രണ്ടിൻ്റെ വാല്യൂ അറിയാം. മാസ് ലീവിങ് ത്രൂ ബി സി എന്ന് പറയുന്നത് ഇതാണ്, പിന്നെ എൻ്ററിങ് ത്രൂ എ ഡി എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ ഒരു ടേമും ക്യാൻസലായി പോകും. ബാക്കിയുള്ളത് ഈ ഒരു ടേമാണ്. അതായത് മാസ് ഫ്ലോ റേറ്റ് എൻ്ററിങ് ത്രൂ ഡി സി ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ റോ യു ബി ഡി വൈ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇനി കൺസിഡർ ചെയ്യുന്നത് മൊമെൻറ്റമാണ്. റേറ്റ് ഓഫ് മൊമെൻറ്റം ഓഫ് ഫ്ലൂയിഡ് ത്രൂ എലമെൻ്റൽ സ്ട്രിപ്പ്. എലമെൻ്റൽ സ്ട്രിപ്പിലൂടെയുള്ള മൊമെൻറ്റം എന്താണ്? മൊമെൻറ്റം റേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു വെലോസിറ്റി ചെയ്താൽ മതി. മാസ് ഫ്ലോ റേറ്റിൻ്റെ എക്സ്പ്രഷൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇൻറ്റു അതിലൂടെയുള്ള വെലോസിറ്റി എന്ന് പറയുന്നത് യു ആണ്. സോൾവ് ചെയ്താൽ എന്ത് കിട്ടും? റോ യു സ്ക്വയർ ബി ഡി വൈ. ഇത് എലമെൻ്റൽ സ്ട്രിപ്പിനാണ്. അങ്ങനെയാണെങ്കിൽ റേറ്റ് ഓഫ് മൊമെൻറ്റം ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് ദ കൺട്രോൾ വോളിയം ത്രൂ എ ഡി, എ ഡിയിലൂടെ എൻ്റർ ചെയ്യുന്ന ടോട്ടൽ മൊമെൻറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ റോ യു സ്ക്വയർ ബി ഡി വൈ. ഇനി റേറ്റ് ഓഫ് മൊമെൻറ്റം ഓഫ് ഫ്ലൂയിഡ് ലീവിങ് ത്രൂ ബി സി, മൊമെൻറ്റം ലീവിങ് ദ കൺട്രോൾ വോളിയം, ഇതിലൂടെ എൻ്റർ ചെയ്തു, പിന്നെ ഇതിലൂടെ ഒന്ന് ലീവ് ചെയ്യുന്നുണ്ട്. എന്തായിരിക്കും ആദ്യം യൂസ് ചെയ്യുന്നത്? ഇവിടെ എൻ്റർ ചെയ്യുന്നത് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എൻ്ററിങ് ഓവർ ദ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്. ടൈലർ സീരീസ് എക്സ്പാൻഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതായത് റേറ്റ് ഓഫ് മൊമെൻറ്റം ഓഫ് ഫ്ലൂയിഡ് ലീവിങ് ത്രൂ ബി സി ഈസ് ഈക്വൽ ടു ഇവിടെ എൻ്റർ ചെയ്യുന്നത് പ്ലസ് ചേഞ്ച്, എൻ്റർ ചെയ്യുന്നതിൻ്റെ ചേഞ്ച് ഓവർ ദ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സ്. ഓക്കെ, മാസിന് ഇത് സെയിം എക്സ്പ്രഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി റേറ്റ് ഓഫ് മൊമെൻറ്റം ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് ത്രൂ ഡി സി, ഇതിലൂടെ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എന്താണ്? മാസ് ഫ്ലോ റേറ്റ്, റേറ്റ് ഓഫ് മൊമെൻറ്റം ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് ത്രൂ ഡി സി ആണ് പറയുന്നത്. എന്താണ്? മാസ് ഫ്ലോ റേറ്റ് എൻ്ററിങ് ഇൻറ്റു വെലോസിറ്റി. ഇവിടുത്തെ മാസ് ഫ്ലോ റേറ്റ് എൻ്ററിങ്ങിൻ്റെ എക്സ്പ്രഷൻ ഞാൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, മാസ് ബാലൻസ് എന്ന് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ റോ യു ബി ഡി വൈ ഇൻറ്റു ഡെൽറ്റ എക്സ് ആണ്. ഇൻറ്റു വെലോസിറ്റി, ഇവിടെ എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി എന്തായിരിക്കും? ഇവിടെ എന്ന് വെച്ചാൽ ഫ്രീ സ്ട്രീം റീജിയൻ ആണ്. മീൻസ് അത് എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് ഫ്രീ സ്ട്രീം വെലോസിറ്റി ക്യാപിറ്റൽ യു ആയിരിക്കും. അതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. ഓക്കെ, കിട്ടുന്ന എക്സ്പ്രഷൻ ഇതാണ്. ഇതിൽ ഫ്രീ സ്ട്രീം വെലോസിറ്റി എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അതിനെന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ ഇൻ്റഗ്രേഷൻ്റെയും ഡിഫറൻസിയേഷൻ്റെയും അകത്തോട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അന്നേരം എന്ത് ചെയ്താൽ റേറ്റ് ഓഫ് മൊമെൻറ്റം ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് ത്രൂ ഡി സി, ഇത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ഇതിൻ്റെ അകത്തോട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത്. എന്ത് ചെയ്താൽ ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ, ഇവിടെ റോ യു, ഈ ക്യാപിറ്റൽ യുനെ ഇതിൻ്റെ അകത്തോട്ട് എടുത്തു, ഇൻറ്റു ബി ഡി വൈ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇനി ഇതിൻ്റെ കൺട്രോൾ വോളിയത്തിൻ്റെ മൊമെൻറ്റം ബാലൻസ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് കൺട്രോൾ വോളിയം, ഈ കൺട്രോൾ വോളിയത്തിന് ഉണ്ടാകുന്ന മൊമെൻറ്റം, അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൊമെൻറ്റം ഓഫ് ഫ്ലൂയിഡ് ലീവിങ് ത്രൂ ബി സി, മൊമെൻറ്റം ലീവിങ്, ടോട്ടൽ മൊമെൻറ്റം ലീവിങ് മൈനസ് ടോട്ടൽ മൊമെൻറ്റം എൻ്ററിങ് ആണ്.
അതായത് ഇതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്ന് പറയുന്നത് മൊമെൻറ്റം ലീവിങ് ത്രൂ ബി സി മൈനസ് ടോട്ടൽ എൻട്രിങ്, ഇതിലൂടെ എൻ്റർ ചെയ്യുന്നുണ്ട്, ഇതിലൂടെ എൻ്റർ ചെയ്യുന്നുണ്ട്. അതായത് റേറ്റ് ഓഫ് മൊമെൻറ്റം ഓഫ് ഫ്ലൂയിഡ് ലീവിങ് ത്രൂ ബി സി മൈനസ് റേറ്റ് ഓഫ് മൊമെൻറ്റം ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് ത്രൂ എ ഡി മൈനസ് റേറ്റ് ഓഫ് മൊമെൻറ്റം ഓഫ് ഫ്ലൂയിഡ് എൻ്ററിങ് ത്രൂ ഡി സി. ഇതിൻ്റെ എല്ലാത്തിൻ്റെ എക്സ്പ്രഷൻ അറിയാം. ഓക്കെ, ഇതാണ് ആ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റത്തിൻ്റെ എക്സ്പ്രഷൻ. അതേപോലെ ഇതാണ് സെക്കൻഡിൻ്റെ എക്സ്പ്രഷൻ, ഇതാണ് തേർഡിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓൾറെഡി എല്ലാം കണ്ടുപിടിച്ച് വെച്ചതാണ്. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു ടേമും സെയിം, ഇത് പ്ലസ് ഇത് മൈനസ്, അത് ക്യാൻസൽ ചെയ്യുക. ബാക്കി വരുന്ന ടേം ആണ് കാണിച്ചിരിക്കുന്നത്. ക്യാൻസൽ ചെയ്താൽ ഈ ഒരു ടേം കിട്ടും. അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ എക്സ് റോ യു സ്ക്വയർ ബി ഡി വൈ ഇൻറ്റു ഡെൽറ്റ എക്സ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ റോ യു യു ബി ഡി വൈ ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, ഇനി ഈ രണ്ട് ടേമും ക്ലബ് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഡോ ബൈ ഡോ എക്സ് കോമൺ ആയിട്ട്, പിന്നെ ഈ ഒരു സ്റ്റെപ്പ് ഒന്ന് ഇങ്ങോട്ട് വരുന്ന വെച്ചാൽ ഇത് രണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് സെയിം ലിമിറ്റിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതും എന്ത് ചെയ്തു, ക്ലബ് ആയിട്ട് ഒരു സിംഗിൾ ഇൻ്റഗ്രലായിട്ട് എഴുതിയിട്ടുണ്ട്. ഈ ഒരു എക്സ്പ്രഷനിൽ റോ ഇൻറ്റു ബി, അതായത് ഡെൻസിറ്റി ഓഫ് കമ്മിങ് ഫ്ലൂയിഡ്, അതേപോലെ ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് പ്ലേറ്റ്, അത് രണ്ടും കോൺസ്റ്റൻ്റ് ആണ്. അതിനെ പുറത്തെടുത്താൽ പിന്നെ ഇവിടെ യു സ്ക്വയർ ഉണ്ട്, ഇവിടെ യു യു ഉണ്ട്, സ്മോൾ യു ഇൻറ്റു ക്യാപിറ്റൽ യു ഉണ്ട്. പിന്നെ ഈ റോ ബീന് എന്ത് ചെയ്യുക, അതിനെ പുറത്തേക്ക് എടുക്കുന്നു. ഈ ഡിഫറൻഷിയേഷൻ്റെയും പുറത്തേക്ക് എടുക്കുന്നത്. പിന്നെ ബാക്കി വരുന്ന എക്സ്പ്രഷൻ എന്താണ്, റോ ബി ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ യു സ്ക്വയർ ഇൻറ്റു യു യു ഡി വൈ ഇൻറ്റു ഡെൽറ്റ എക്സ്. അതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് ദി കൺട്രോൾ വോളിയം എന്ന് പറയുന്നത്. ഇനി മൊമെൻറ്റം പ്രിൻസിപ്പിൾ എന്താണെന്ന് പറയുന്നത്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓഫ് കൺട്രോൾ വോളിയം അല്ലെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ്. ഡയറക്ഷണൽ പ്രിൻസിപ്പിളാണത്, ടോട്ടൽ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഇവിടെ നമുക്ക് അങ്ങനെ പറയാം, അക്കോർഡിംഗ് ടു ദി മൊമെൻറ്റം പ്രിൻസിപ്പിൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഓൺ കൺട്രോൾ വോളിയം എ ബി സി ഡി മസ്റ്റ് ബി ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് ഓൺ ദി കൺട്രോൾ വോളിയം. ഇതിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് അതും ആയിരിക്കും ഈക്വൽ ആയിരിക്കും, ആ കൺട്രോൾ വോളിയത്തിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിന് ഈക്വൽ ആയിരിക്കും. ആ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റത്തിൻ്റെ എക്സ്പ്രഷൻ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ആ ഫോഴ്സ് ഏതാണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇക്വേറ്റ് ചെയ്യാണ് വേണ്ടുന്നത്. ഈ ഒരു കേസ് ഇത് ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റ് ആണ്. ആ ഫ്ലാറ്റ് പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫ്രീ സ്ട്രീമിന് പാരലായിട്ട് നിൽക്കുന്ന കേസ്. ഓക്കെ, ഈ ഒരു കേസിലെന്ന് വെച്ചാൽ ഈ ഒരു ഡയറക്ഷനിൽ പ്രഷർ ഗ്രേഡിയൻറ്റ് 0 ആയിരിക്കും. അതായത് ഫോർ എ ഫ്ലാറ്റ് പ്ലേറ്റ് ഡോ പി ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു 0. ഇതാണ് എക്സ് ഡയറക്ഷൻ. പ്രഷർ ഗ്രേഡിയൻറ്റ് 0 മീൻസ് ഈ ഒരു കൺട്രോൾ വോളിയത്തിൽ എന്ത് ആക്ട് ചെയ്യുന്നില്ല, എക്സ്റ്റേണൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. ഈ ഒരു കൺസിഡർ ചെയ്യുന്ന കൺട്രോൾ വോളിയത്തിൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഡയറക്ഷനിൽ ഡോ പി ബൈ ഡോ എക്സ് ഗ്രേഡിയൻ്റ് എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ പ്രഷറാണ്, അത് 0 ആണ്. അതുകൊണ്ട് ഇതിൽ കൺട്രോൾ വോളിയത്തിൽ പ്രഷർ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. പിന്നെ ആക്ട് ചെയ്യേണ്ടത് ഷിയർ ആണ്. പിന്നെ ഓൾസോ ദ ഷിയർ ഫോഴ്സ് ഓൺ സൈഡ് ഡി സി ഈസ് നെഗ്ലിജിബിൾ ആസ് വെലോസിറ്റി ഈസ് കോൺസ്റ്റൻറ്റ് ആൻഡ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഈസ് 0 അപ്രോക്സിമേറ്റ്ലി. ഇനി ഈ ഒരു സൈഡിലും ഈ ഒരു സൈഡിലാണ് പ്രഷർ, അത് 0 ആണെന്ന് കണ്ടു. ഇനി ഇവിടെ ആക്ട് ചെയ്യുന്നത് പിന്നെ ഷിയർ ഫോഴ്സ് ആക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ ഷിയർ ഫോഴ്സ് ഉണ്ടാവില്ല. അതിൻ്റെ കാരണം എന്താണ്, ഈ ഒരു റീജിയൻ എന്ന് പറഞ്ഞാൽ ഫ്രീ സ്ട്രീം റീജിയനാണ്. പിന്നെ വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഇവിടെ ഇല്ല. വെലോസിറ്റി ഗ്രേഡിയൻറ്റ് ഇല്ല മീൻസ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ്. കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ആക്ട് ചെയ്യുന്ന ഷിയർ എന്തായിരിക്കും, ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് നെഗ്ലിജിബിൾ ആയിരിക്കും. ഇനി എവിടെയാണ് വരേണ്ടത്, പ്ലേറ്റ് സർഫസ് എ ബി ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ദ ഓൺലി എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ടിങ് ഓൺ കൺട്രോൾ വോളിയം ഈസ് ദ ഷിയർ ഫോഴ്സ് അല്ലെങ്കിൽ ഡ്രാഗ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സൈഡ് എ ബി ഡയറക്ഷൻ ബി ടു എ. പിന്നെ ഈ കൺസിഡർ ചെയ്യുന്ന കൺട്രോൾ വോളിയത്തിൽ ആ ഒരു ഫോഴ്സ് മാത്രമേ ഇല്ലൂ. അതാരാണ് എക്സേർട്ട് ചെയ്യുന്നത്, ഈ പ്ലേറ്റ് സർഫസ് ആണ്. ഏത് ഡയറക്ഷനിൽ, ഈ ഒരു ഡയറക്ഷനിൽ. ഓക്കെ, ഫ്ലൂയിഡ് ഈ ഒരു ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്. ഫ്ലൂയിഡ് ഈ ഒരു പ്ലേറ്റിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡയറക്ഷൻ, നമ്മളെ ഡ്രാഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഡയറക്ഷൻ. ഓക്കെ, പക്ഷേ ഈ കൺട്രോൾ വോളിയം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ പ്ലേറ്റ് ഇതിൽ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇങ്ങോട്ട് റിയാക്ഷൻ ടൈപ്പ്. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലാണ് ഫോഴ്സ് വരിക, ഷിയർ ഫോഴ്സ് വരിക. പക്ഷേ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തിന് സെയിം തന്നെ ആയിരിക്കും, ഡ്രാഗ് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡിന് സെയിം ആയിരിക്കും. ഡയറക്ഷൻ മാത്രമേ അതിന് ഓപ്പോസിറ്റ് വരുന്നുള്ളൂ. അതിൻ്റെ ആ ഫോഴ്സിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഷിയറാണ്. ഷിയർ സ്ട്രെസ്, വാൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോ നോട്ട്. വാൾ ഷിയർ സ്ട്രെസ് ടോ നോട്ട് ആണെങ്കിൽ ഫോഴ്സ് എന്തായിരിക്കും, ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഏരിയ എന്ന് വെച്ചാൽ ആ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ പ്ലേറ്റിൻ്റെ ടോപ്പ്
ഇതാണ് ഈ ഒരു കൺസിഡർ ചെയ്യുന്ന എ ബി, ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ ഡെൽറ്റ എക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതാണ് പ്ലേറ്റ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ഒരു ഡയറക്ഷനിലാണ് അവിടെ ഷിയർ ഫോഴ്സ്, ഈ ടോ നോട്ട് ആക്ട് ചെയ്യുന്നത്, വാൾ ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഷിയർ സ്ട്രെസ് ടാൻജൻഷ്യലായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അന്നേരം ഏത് ഏരിയ എടുക്കണം? ഈ ടോപ്പിൽ വരുന്ന ഈ ഏരിയ എടുക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ ഒരു ഫോഴ്സ് ഡെൽറ്റ എഫ് ഡി കൺസിഡർ ചെയ്യുന്ന സ്മോൾ ഡിസ്റ്റൻസ് ഡെൽറ്റ എക്സിലാണ്. അതുകൊണ്ട് ഡെൽറ്റ എഫ് ഡി ഈസ് ഈക്വൽ ടു വാൾ ഷിയർ സ്ട്രെസ് ഇൻറ്റു ഏരിയ. വാൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ടോ നോട്ടാണ്, ഇൻറ്റു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ എന്ത് കിട്ടും? ഈ ഒരു ഡിസ്റ്റൻസ് പറഞ്ഞാൽ എ ബി, ഡെൽറ്റ എക്സ് ഇൻറ്റു ബി ചെയ്താൽ ഏരിയ കിട്ടും. ഇതിൽ ടോ നോട്ട് എന്ന് പറയുന്നത് ഫ്രം ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്താണ്? ടോ നോട്ട് ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ഡി യു ബൈ ഡി വൈ അറ്റ് വൈ ഈസ് ഈക്വൽ ടു 0, വാൾ ഷിയർ സ്ട്രെസ്. അതുകൊണ്ടാണ് വൈ, ഇതാണ് വൈ ഡയറക്ഷൻ, വൈ ഈസ് ഈക്വൽ ടു 0. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ ഞാൻ പറഞ്ഞു ഈ ഒരു ഡയറക്ഷനിലാണ്. നമ്മൾ മൊമെൻ്റം ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുന്നത് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഇവിടെ ആക്ട് ചെയ്യുന്നത് ബി ടു എ, റൈറ്റ് ടു ലെഫ്റ്റ്. മീൻസ് പറഞ്ഞു മൊമെൻ്റം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത് ഡയറക്ഷണലാണ്, ഡയറക്ഷണൽ ക്വാണ്ടിറ്റിയാണ്. മൊമെൻ്റം ചേഞ്ച് ഉണ്ടാകുന്ന ഡയറക്ഷൻ ഇതാണ്, മൊമെൻ്റം ചേഞ്ച് ഉണ്ടാകുന്ന ഡയറക്ഷൻ. അതുകൊണ്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കണം? ഈ ഒരു ഡയറക്ഷനിൽ എടുക്കണം. മീൻസ് നമ്മൾ കണ്ടുപിടിച്ച ക്വാണ്ടിറ്റിക്ക് എന്ത് എടുക്കണം? നെഗറ്റീവ് കൊടുക്കണം. അതായത് ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം. മൊമെൻ്റം ചേഞ്ച് ഉണ്ടാകുന്ന ഡയറക്ഷൻ ഇത്, ഈ ഒരു ഡയറക്ഷനിലെ ഫോഴ്സ് തന്നെ എടുക്കണം. ഇപ്പം കണ്ടുപിടിച്ചിരിക്കുന്നത് ഇതെന്താണ്? ഈ ഒരു ഡയറക്ഷൻ അന്ന് ആക്ട് ചെയ്യുന്നത്. നേരം എന്ത് ചെയ്യണം? അതിൻ്റെ നെഗറ്റീവ് എടുത്താൽ മാഗ്നിറ്റ്യൂഡൊന്നും മാറുന്നില്ല. നെഗറ്റീവ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ ഒരു ഡയറക്ഷനിലെ ഫോഴ്സിന് എനിക്ക് കിട്ടും. അതായത് ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം ഈസ് ഈക്വൽ ടു മൈനസ് ടോ നോട്ട് ഇൻറ്റു ബി ഇൻറ്റു ഡെൽറ്റ എക്സ്. ഇക്വേഷൻ നമ്പർ 2. ഇനി മൊമെൻ്റം പ്രിൻസിപ്പിൾ. മൊമെൻ്റം പ്രിൻസിപ്പിൾ വെച്ചാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം ഓഫ് കൺട്രോൾ വോളിയം ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം. ഇതിൻ്റെ രണ്ടിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് ഫോഴ്സിൻ്റെത്, ഇതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻ്റം ഓഫ് കൺട്രോൾ വോളിയം. ഇത് ഇക്വേഷൻ നമ്പർ 1 ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചാണ്. ഇക്വേഷൻ നമ്പർ 2 രണ്ടും കൂടെ ഇക്വേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇതിൽ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ബി ക്യാൻസൽ ചെയ്യുക. അതേപോലെ ഡെൽറ്റ എക്സ് ക്യാൻസൽ ചെയ്താൽ ലെഫ്റ്റ് സൈഡിൽ മൈനസ് ടോ, റൈറ്റ് സൈഡിൽ ഈ ഒരു ടേം. അതിനുശേഷം ഈ മൈനസിനെ ഞാൻ എന്ത് ചെയ്തു? റൈറ്റിലോട്ട് കൊണ്ടുവന്നിട്ട് ഈ എക്സ്പ്രഷൻ എഴുതിയിട്ടുണ്ട്. അതിനുശേഷം ഈ മൈനസിനെ ഇതിൻ്റെ അകത്തോട്ട് എടുത്തു, ഇൻ്റഗ്രേഷൻ്റെ അകത്തോട്ട് എടുക്കുന്ന സമയത്ത് എന്താവും? ഇവിടെ ഇല്ല യു സ്ക്വയർ മൈനസ് യു മാറിയിട്ട് എന്താവും? യു മൈനസ് യു സ്ക്വയർ. ഈ മൈനസിനെ അകത്തോട്ട് എടുത്തു. പിന്നെ ഇവിടെ യു സ്ക്വയർ ബൈ യു സ്ക്വയറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു ലാസ്റ്റ് എക്സ്പ്രഷൻ. യു സ്ക്വയർ ബൈ യു സ്ക്വയറിനെ കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ വാല്യൂവിന് ചേഞ്ച് ഉണ്ടാവില്ല. കാരണം യു സ്ക്വയർ ബൈ യു സ്ക്വയർ എന്ന് പറഞ്ഞത് 1 ആണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് യു സ്ക്വയർ ബൈ യു സ്ക്വയറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ്പ്രഷൻ. അതിനുശേഷം ഈ ഒരു യു സ്ക്വയർ ഞാനിവിടെ പുറത്ത് തന്നെ വെച്ചു. അതിനുശേഷം ഈ താഴെയുള്ള യു സ്ക്വയറിനെ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു. ഇവിടെയും ഡിവൈഡ് ചെയ്യണം, ഇവിടെയും ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അങ്ങനെ ചെയ്താൽ പിന്നെ എന്താ കിട്ടുന്നത്? ബാക്കി ഈ ടേംസൊക്കെ സെയിം തന്നെയാണ്. യു സ്ക്വയറിൻ്റെ ഇവിടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഈ ക്യാപിറ്റൽ യുവും യു സ്ക്വയറിൻ്റെ ഒരു യു ക്യാൻസലായി, പിന്നെ സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു. ഇവിടെ ഉള്ളത് യു സ്ക്വയർ ബൈ യു സ്ക്വയർ. ഓക്കെ, ഇനി എന്ത് ചെയ്യുന്നു? ഈ യു സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഫ്രീ സ്ട്രീം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് ആണ്. ഇതിനെ ഞാൻ ഈ ഇൻ്റഗ്രേഷൻ്റെ ഡിഫറൻസിയേഷന് പുറത്തേക്ക് എടുത്തു. വരുന്ന എക്സ്പ്രഷൻ എന്താണ്? ടോ നോട്ട് ഈസ് ഈക്വൽ ടു റോ യു സ്ക്വയർ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് 0 ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ യു ബൈ യു മൈനസ് യു സ്ക്വയർ ബൈ യു സ്ക്വയർ ഇൻറ്റു ഡി വൈ. ഇനി എന്ത് ചെയ്യുന്നത്? ഈ യു ബൈ യു എന്ന് പറഞ്ഞാൽ ഇതിലുമുണ്ട് ഇതിലുമുണ്ട്. അതിനെ ഞാൻ പുറത്തേക്ക് എടുത്താൽ എന്തുണ്ടാവും? ഇവിടെ ബാക്കി 1 ഉണ്ടാവുള്ളൂ. ഇവിടെ എന്തുണ്ടാവും? ഇത് യു സ്ക്വയർ ബൈ യു സ്ക്വയർ ആണ്. ഒരു യു ബൈ യു പുറത്തെടുത്താൽ സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു. ഇതാണ് കിട്ടിയിരിക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം ഈ ഒരു ടേം ഇതിനെ ഞാൻ ലെഫ്റ്റിലോട്ട് കൊണ്ടുവരുന്നാൽ ടോ നോട്ട് ബൈ റോ യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ യു ബൈ യു ഇൻറ്റു 1 മൈനസ് യു ബൈ യു ഇൻറ്റു ഡി വൈ. ഈ ഒരു ടേം ഇൻ്റഗ്രൽ 0 ടു ഡെൽറ്റ യു ബൈ യു ഇൻറ്റു 1 മൈനസ് യു ബൈ യു ഡി വൈ എന്ന് പറയുന്നത് എന്താണ്? മൊമെൻ്റം തിക്നെസ്സിൻ്റെ എക്സ്പ്രഷനാണ്. ഓക്കെ, മൊമെൻ്റം തിക്നെസ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറഞ്ഞാൽ തീറ്റയാണ്. ടോ നോട്ട് ബൈ റോ യു സ്ക്വയർ ഈസ് ഈക്വൽ ടു ഡോ തീറ്റ ബൈ ഡോ എക്സ്. തീറ്റ എന്ന് പറഞ്ഞാൽ മൊമെൻ്റം തിക്നെസ്. ഈ ഒരു എക്സ്പ്രഷനാണെന്ത്? വോൺ കാർമൻ മൊമെൻ്റം ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഡ്രാഗ് ഫോഴ്സൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ദിസ് ഈസ് അപ്ലൈഡ് ടു ലാമിനാർ ബൗണ്ടറി ലെയർ, ട്രാൻസിഷൻ ബൗണ്ടറി ലെയർ ആൻഡ് ടർബുലൻ ബൗണ്ടറി ലെയർ. മൂന്നിനും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഇക്വേഷനാണ് വോൺ കാർമൻ മൊമെൻ്റം ഇൻ്റഗ്രൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എ ഗിവൺ വെലോസിറ്റി പ്രൊഫൈൽ നമുക്ക്, അതായത് സ്മോൾ യു ബൈ ക്യാപിറ്റൽ യു ഈസ് ഈക്വൽ ഒരു എക്സ്പ്രഷൻ വൈ ബൈ ഡെൽറ്റയുടെ ടേംസിലൊരു എക്സ്പ്രഷൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ
In laminar zone, transition zone or turbulent zone of boundary layer, the wall shear stress tau naught is obtained from one Karman momentum integral equation. വാൾ ഷിയർ സ്ട്രെസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? ഡ്രാഗ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഈ എക്സ്പ്രഷൻ ചെയ്താൽ നമുക്ക് വാൾ ഷിയർ സ്ട്രെസ്സിന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ദെൻ ഡ്രാഗ് ഫോഴ്സ് ഓൺ സ്മോൾ ഡിസ്റ്റൻസ് ഡി എക്സ്. ഞാൻ പ്ലേറ്റിൻ്റെ ഒരു സ്മോൾ ഡിസ്റ്റൻസ്, നേരത്തെ ഡെൽറ്റ എക്സ് ആണ്, ഇവിടെ ജസ്റ്റ് സെയിം തന്നെ സിമ്പിൾ മാറ്റുന്നതിലും ഡി എക്സ്. ആ ഡി എക്സിലെ ഡ്രാഗ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഇക്വേഷൻ ഉപയോഗിക്കുക? ഡെൽറ്റ എഫ് ഡി. സ്മോൾ ഡിസ്റ്റൻസിലെ ഡ്രാഗ് ഫോഴ്സ് ടോ നോട്ട് ഇൻറ്റു ബി ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, ഷിയർ സ്ട്രെസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്തത്? കറസ്പോണ്ടിങ് ഏരിയ, ഇവിടെ വരുന്ന ഏരിയ എന്താണ്? ഡി എക്സ് ഇൻറ്റു ബി ആണ്. ദെൻ ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് ഓൺ പ്ലേറ്റ് ഓഫ് ലെങ്ത് എൽ ഓൺ വൺ സൈഡ്. ഈ ഒരു ഇതിപ്പോൾ ഞാൻ ഒരു എലമെൻ്റൽ ഏരിയ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ, ചെറിയ സ്മോൾ ഏരിയ ആണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഒരു ടോട്ടൽ ഒരു പ്ലേറ്റിൻ്റെ ഈ ഒരു സൈഡിലെ ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എഫ് ഡി ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എന്ത് ചെയ്താൽ മതി? ഈ ഒരു എക്സ്പ്രഷനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. എവിടുന്ന്? 0 to Lലോട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. 0 to L എഫ് ഡി ഈസ് ഈക്വൽ ടു 0 to L ഇൻറ്റഗ്രൽ 0 to L ഇൻറ്റു ഡെൽറ്റ എഫ് ഡി, അല്ലെങ്കിൽ 0 to L ടോ നോട്ട് ഇൻറ്റു ബി ഇൻറ്റു ഡി എക്സ്. അടുത്തത് കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്. The drag force depends on density of fluid, upstream velocity, size, shape and orientation of body etc. And it is not practical to list this force for a variety of situation. Means ആ ഒരു പ്ലേറ്റിൽ അല്ലെങ്കിൽ ഒരു ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്ലൂയിഡിൻ്റെ ഡെൻസിറ്റി, അപ്സ്ട്രീം വെലോസിറ്റി, സൈസ്, ഷേപ്പ്, ഓറിയൻറ്റേഷൻ, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ വെറൈറ്റി ഓഫ് സിറ്റുവേഷനിൽ ഈ ഡ്രാഗ് ഫോഴ്സ് ഓരോരോ ഒബ്ജക്റ്റിനെ ലിസ്റ്റ് ചെയ്യാന്നില്ല എന്താണ് ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതിന് പകരം യൂസ് ചെയ്യുന്നൊരു ടേം ഉണ്ട്. എന്താണ്? ഇൻസ്റ്റഡ് ഇറ്റ് ഈസ് ഫൗണ്ട് കൺവീനിയൻറ്റ് ടു വർക്ക് വിത്ത് അപ്രോപ്രിയേറ്റ് ഡയമെൻഷൻലെസ് നമ്പർ ദാറ്റ് റെപ്രസെൻറ്റ് ഡ്രാഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ബോഡി. ഒരു ബോഡിയുടെ ഡ്രാഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അക്കൗണ്ട് ചെയ്യുന്നൊരു നമ്പറാണ് അതിന് പകരം യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡിഫിക്കൽട്ടി കാരണം ഡ്രാഗ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടേമാണ് ഈ കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് അല്ലെങ്കിൽ ഡ്രാഗ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. എന്താണ്? ആ ഒരു പർട്ടിക്കുലർ ബോഡിയുടെ ഡ്രാഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ അക്കൗണ്ട് ചെയ്യുന്ന ഒരു ഡയമെൻഷൻലെസ് നമ്പറാണത്. 2 ഡ്രാഗ് കോയിഫിഷ്യൻ്റ് ഉണ്ട്. ഫസ്റ്റത്തത് ലോക്കൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്. It is defined as a ratio of local wall shear stress to dynamic pressure of the free stream. It is denoted by CD star. Local coefficient of drag ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റേഷ്യോ ആരുടെ? ലോക്കൽ വാൾ ഷിയർ സ്ട്രെസ് ടു ഡയനാമിക് പ്രഷർ ഓഫ് ഫ്രീ സ്ട്രീം. ഫ്രീ സ്ട്രീമിൻ്റെ ഡയനാമിക് പ്രഷർ എന്ന് പറയുന്നത് അതിൻ്റെ കൈനറ്റിക് എനർജി പെർ യൂണിറ്റ് വോളിയമാണ്. വാൾ ഷിയർ സ്ട്രെസ് എന്താണ്? ടോ നോട്ടാണ്. ഡയനാമിക് പ്രഷറിൻ്റെ എക്സ്പ്രഷൻ വരുന്നത് ഹാഫ് റോ യു സ്ക്വയർ ആണ്. ഓക്കെ, കൈനറ്റിക് എനർജി എം യു സ്ക്വയർ ഡിവൈഡ് ബൈ അതിൻ്റെ വോളിയം എം ബൈ വി എന്തായി മാറും? ഡെൻസിറ്റി ആയി മാറും. അങ്ങനെയാണ് ഹാഫ് റോ യു സ്ക്വയർ എന്ന് പറയുന്നത്. അതേപോലെ വാൾ ഷിയർ സ്ട്രെസ് ടോ നോട്ട്, അതിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? മ്യൂ ഇൻറ്റു ഡോ യു ബൈ ഡി യു ബൈ ഡി വൈ അറ്റ് വൈ ഈസ് ഈക്വൽ ടു 0. അതാണ് വാൾ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത്. റോ എന്ന് വെച്ചാൽ ഫ്ലോയിങ് ഫ്ലൂയിൻ്റെ ഡെൻസിറ്റി, യു എന്ന് പറയുന്നത് അപ്സ്ട്രീം വെലോസിറ്റി. ഇതാണ് ലോക്കൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ടേമാണ്. പിന്നെ അതിന് എന്തുകൂടെ പറയും? ലോക്കൽ കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് ഈസ് ഓൾസോ കോൾഡ് ലോക്കൽ കോയിഫിഷ്യൻ്റ് ഓഫ് സ്കിൻ ഫ്രിക്ഷൻ. അടുത്തത് ആവറേജ് കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് ടു ദി ഡൈനാമിക് ഫോഴ്സ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് ആൻഡ് ഈസ് ഡിനോട്ടഡ് ബൈ സി ഡി. നമ്മൾ സിംപ്ലി കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് അല്ലെങ്കിൽ ഡ്രാഗ് കോയിഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് കോയിഫിഷ്യൻ്റ് ഓഫ് ഡ്രാഗ് ആണ്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ്. ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് എഫ് ഡി. പിന്നെ ഡൈനാമിക് ഫോഴ്സ്. ഡൈനാമിക് ഫോഴ്സ് പറഞ്ഞാൽ ഡൈനാമിക് പ്രഷർ ഇൻറ്റു ഏരിയ. ഓക്കെ, സി ഡി സിക്കുള്ള എഫ് ഡി ഇൻറ്റു ഹാഫ് റോ എ യു സ്ക്വയർ ആണ്. ഇതിൽ റോയും റോ ഡെൻസിറ്റി തന്നെ യു എന്ന് പറഞ്ഞാൽ ഫ്രീ സ്ട്രീം വെലോസിറ്റി. എ എന്ന് വെച്ചാൽ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റ്. ഓക്കെ, ആ സമയത്ത് കൺസിഡർ ചെയ്യുന്ന ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്? ഏരിയ ഓഫ് പ്ലേറ്റ് സർഫസ്. നേരത്തെ പറഞ്ഞാൽ ടോപ്പ് സർഫസ് ഏരിയ ആണ്. ഇവിടെ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ ഫ്ലോ ഓവർ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ കേസാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ എ എന്ന് പറയുന്നത് ആ പ്ലേറ്റ് സർഫസിൻ്റെ ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ സി ഡിയുടെ വാല്യൂ നമുക്ക് ആക്ച്വലി അറിയെങ്കിൽ, ഡിഫറൻറ്റ് കേസിൽ സി ഡിയുടെ വാല്യൂ നമുക്ക് അറിയെങ്കിൽ ടോട്ടൽ ഡ്രാഗ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഡയറക്റ്റ് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. സി ഡിൻ്റെ വാല്യൂ അറിയെങ്കിൽ ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്.